നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് ജ്യോതി ചേച്ചിയാണ്, ചെറുപ്പുളശ്ശേരിയിലുള്ള ജ്യോതി ചേച്ചി. അതെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോലെ ഭട്ടൂരയാണ്. അപ്പം ഭട്ടൂരക്കുള്ള ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും ഒരു സ്പൂണ് റവയും ഇന്നലെ കുഴച്ച് വെച്ചു. അത് ഇന്ന് കുഴച്ചാലും മതി, ഇന്നലെ കുഴക്കണം എന്നില്ല. തലേന്ന് കുഴച്ച് വെച്ചാൽ ഒന്നും കൂടി ഫ്ലഫി ആയിട്ട് വരും. നമ്മൾ സോഡാപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈസ്റ്റ് ഒന്നും ചേർക്കണില്ല കേട്ടാ, വെറുതെ ഇന്നലെ കുഴച്ച് വെച്ചു. അപ്പോൾ നമ്മൾ മൈദമാവ് ആണ് ശരിക്ക് ഭട്ടൂരയ്ക്ക് മൈദയിൽ മാത്രം ഉണ്ടാക്കുക. പക്ഷേ ജ്യോതി ചേച്ചി 3 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. മൈദ ഇടുന്നു. 2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അളവ് പാത്രം എടുക്കണമെങ്കിൽ അത് ഒരു ഗ്ലാസ്സിൽ എടുക്കണമെങ്കിൽ അങ്ങനെ ഇത് 2 ഇട്ടു. മൈദ 2 പാത്രം ഇട്ടു. അപ്പൊ ഏത് പാത്രത്തിൽ കൊണ്ടാണോ മൈദ എടുത്തതെന്ന് വെച്ചാൽ അതേ പാത്രത്തിൽ 1 പാത്രം ഗോതമ്പ് പൊടി ഇട്ടു. ഇനി ഇടുന്നത് റവയാണ്. റവ 1 സ്പൂൺ ഇട്ടു. ഒരു 1/2 സ്പൂണും കൂടി ഇടും. അപ്പോൾ 1/2 സ്പൂൺ റവ ഇട്ടു കേട്ടാ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണു അല്ലേ? ഓയിലൊന്നും ചേർക്കില്ല. വേണ്ട. ആക്ച്വലി ഭട്ടൂര വെറും മൈദയിലാണ് ഉണ്ടാക്കുക. നമ്മൾ കുറച്ച് മൈദ അത്ര വലിയ നല്ല കാര്യമല്ലല്ലോ പറഞ്ഞു ഗോതമ്പ് ചേർക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഭട്ടൂരയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴക്കണേ. സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കണത്, ചൂടുവെള്ളം ഒന്നല്ല. ഇതിങ്ങനെ തലേദിവസം കുഴച്ച് വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് അതിനെ ടൈറ്റ് ആക്കി ചേർത്ത വെള്ളം കൂടിയെങ്കിൽ നാളെ നമുക്ക് നോക്കാം. ഫ്രിഡ്ജിൽ ഇത് എടുത്ത് വെക്കല്ലേ? നാളെയാണ് ഇനി ബാക്കി കുഴക്കണ്ടേ? നാളെ ഒന്നും കൂടി കുഴക്കാം. അപ്പൊ കാരണം ആ റവ ചേർക്കില്ലേ? അപ്പൊ ഇനി റവയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാലും ഈ വെള്ളം നനവില് റവയൊന്ന് വീർക്കും, കുതിർന്നിട്ട് വരും. അപ്പൊ ചിലപ്പോ ഈ വെള്ളം പാകാവും അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നോക്കുമ്പോ ഇത്തിരി വെള്ളത്തിരി കൂടുതൽ പോലെയാണ്. നാളെ നോക്കുമ്പോ വെള്ളം ഇനി കൂടുതൽ തോന്നുകയാണെങ്കിൽ മൈദ ആഡ് ചെയ്തിട്ട് കുഴക്കുക. രണ്ടാമത് കുഴക്കുക, ജസ്റ്റ് പേരിന് കുഴക്കുക, അത്രേ വേണ്ടു. അപ്പൊ ഇതൊരു ബോക്സിലാക്കി അടച്ച് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ഇന്നലെ കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാവാണ് കേട്ടത്. ഇത് ഒന്നും കൂടി നമുക്കൊന്ന് കുഴക്കാം അല്ലേ? അപ്പൊ ഇത് ഇരിക്കട്ടെ. അപ്പൊ ആദ്യം കറി ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ ഇതിലേക്ക് പോകണുള്ളൂ. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഒരു നിർബന്ധമില്ലാണ്ട് തലേദിവസമാക്കി വെക്കണം. ഒരു 1/2 മണിക്കൂർ മുന്നേലാക്കി വെച്ചാൽ ഇതൊന്ന് കുഴച്ച് വെച്ച് ഇതിന്റെ കറി ഉണ്ടാക്കി വരണ അത്ര സമയം വെച്ചാൽ മതി. അപ്പൊ ഇത് ഞാൻ മാറ്റി വെക്കട്ടെ. ഈ ചോല ഉണ്ടാക്കുമ്പോ കറി ഉണ്ടാക്കുമ്പോ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച ഒരു കേരള ടേസ്റ്റ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ല, അത് കാരണം പറയണത്. അപ്പൊ തീ കത്തിക്കട്ടെ. തീ കത്തിച്ചു, ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഈ കറിയിലേക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ്. അത് ഇന്നലെ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ അത് ഞങ്ങൾ വേവിച്ച് വെച്ചു കൂട്ടാ. അതിൽ കണ്ട വെള്ളക്കടലയിൽ 1 ഉരുളക്കിഴങ്ങ് നുറുക്കിയിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ഉപ്പിട്ടിട്ടില്ല കേട്ടാ, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വേവിച്ച് വെച്ചു. ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോണേ കേട്ടാ. പാത്രം ചൂടായി. ഞാൻ ഓയിൽ എത്ര ഒഴിക്കണമെന്ന് പറഞ്ഞു? മതി. അപ്പൊ സൺഫ്ലവർ ഓയിൽ ആട്ടം നമ്മൾ ഒഴിച്ചേ 2-3 സ്പൂൺ ഉണ്ടാവും. അതെ. ഇതേ നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ടുള്ള ഗരം മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറുവപ്പട്ട, 2-3 ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്കായ, 1 തക്കോലം, 1 ബേ ലീഫ്. ഇത്രയും സാധനം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇടാം അല്ലേ? ചൂടായി ഇട്ടു. ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഇതിട്ടോ ഉള്ളി. ഇത് പോരാഞ്ഞ കുറച്ച് ഗരം മസാല പൊടി ഇടണം. ഇത് 2 സബോളയല്ലേ നമ്മൾ അരിഞ്ഞു? അതെ, 2 അത്യാവശ്യം വലിയ 2 സബോള പൊടിയായിട്ട് ചോപ്പറിലിട്ട് വലിച്ചതാണ്. അതിൽ 2 പച്ചമുളക് കീറിയതും ഉണ്ട് കേട്ടോ. ഇട്ടോ അതിലേക്ക് ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭട്ടൂര. അപ്പോൾ ചേട്ടൻ എന്നോട് പറയും ഉണ്ടാക്കി തരാമെന്ന് പറയും. ഞാൻ വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കേ ഇടയ്ക്ക് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ. എനിക്ക് ഈ പൊറോട്ടയേക്കാളും അങ്ങനെ എല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്. അപ്പോൾ അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണമൊക്കെ പൊട്ടയാണ്. നിനക്ക് ഞാൻ ഉണ്ടാക്കി തരണ്ടെന്ന് പറയും. എന്നിട്ട് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടൊന്നുമില്ല. ശരിയാണ്, ഹോട്ടലിലത്തെ എണ്ണ നല്ലതാണോ നമുക്കറിയില്ല. എന്നിട്ട് ഇടയ്ക്ക് ഞങ്ങൾ മഹേശ്വരിയിൽ പോയിട്ട് കഴിക്കാറുണ്ട്. ചന മസാലയും ഭട്ടൂരും. അപ്പം അങ്ങനെ ഇപ്പോൾ ജ്യോതി ചേച്ചിയാണ് എനിക്ക് വന്നിട്ട് ഇതേ ഉണ്ടാക്കി തരണത്. ഇന്നലെ രാത്രി ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര ഉറക്കായി. ഞാൻ ലാസ്റ്റിൽ നീട്ടത് ഞാനാ. സോറി. എന്തിനു സോറി? ഉറങ്ങിയത് നല്ലതല്ലേ? നല്ല ഉറക്കം കിട്ടി.
എനിക്കതിന് വേറൊരാളുടെ വീട്ടിൽ വന്നു എന്ന് തോന്നിക്കണേ ഇല്ല. ആ സന്തോഷം. അപ്പോൾ അത് കാരണം കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഉറക്ക ക്ഷീണം ഇപ്പോഴും നന്നായി ഉറങ്ങി. നിങ്ങളൊക്കെ നീട്ട് കഴിഞ്ഞിട്ടല്ലേ ഞാൻ നീട്ടത്. ആ ഇന്ന് രാവിലെ നേരത്തെ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭക്ഷണം ഉണ്ടാക്കലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആളുറങ്ങുക. ഞാൻ ചോദിച്ചു ഉറങ്ങിയോട്ടെ. ഞാൻ ചോദിച്ചു രാത്രി കഴിഞ്ഞ് ഉറങ്ങാണ്ട് കിടന്ന് ചിലപ്പോൾ പകലാവും. നേരം വെളുക്കാറായപ്പോഴാണ് ഉറക്കം കിട്ടി. ഉറങ്ങിയിട്ടുണ്ട്, നല്ലോണം ഉറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് നല്ലോണം ഉറങ്ങി. അപ്പോൾ സബോള വാടിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്ര ഇടണം എന്ന് പറയാം. ആദ്യം ഒരു സ്പൂൺ ഇടും. അതെ, ഒരു സ്പൂൺ നിറയെ ഇടുന്നുണ്ട്. പിന്നെ ഒഴിഞ്ഞിണ്ട് കുറച്ചും കൂടി. അപ്പം അത് കഴിഞ്ഞു. അല്ല ഫുള്ള് വേണ്ട വേണ്ട ആട്ടോ. അപ്പം ഇത്രയ്ക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കേട്ടാ. ഇനിയൊരു ലേശം എന്തായാലും സ്കൂൾ പൂട്ടിയിരിക്കല്ലേ, അമ്മമാര് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, വല്ലാണ്ട് അങ്ങോട്ട് മുരിക്കൊന്നും വേണ്ട. കുറച്ചെണ്ണ കുറവാണോ? ആണോ? ഓയിൽ ഒഴിക്കണം? ഒഴിക്കാം. കുറച്ചെണ്ണ കുറവാണോ സംശയം. കുറച്ചും കൂടി വെച്ചോളൂ. ഇത് കഴിക്കാം. ഇത് ഇത്രയും ആയിട്ടല്ലേ? ആ മതി മതി മതി. അപ്പോൾ എത്ര വേണം? 4 സ്പൂൺ ഒഴിച്ചോട്ടെ. ഒഴിക്കേണ്ടി വരും. അതെ. ഇതൊന്നേ ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ ആക്കണം. പ്ലീ 2-3 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എടുത്തിട്ട് അപ്പോൾ ആ കൊഴുപ്പ് കിട്ടുകയില്ല. ഇതായില്ലേ? ആ വെളുത്തുള്ളി ഇഞ്ചി മണം പോയി. പച്ചമണം ഇല്ല, ഉണ്ട് പച്ചമണം. പച്ചമണം മാറട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം മാറിയിട്ട് മസാലകൾ. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലത്തെ 2-3 പീസ് ഉടയ്ക്കണം എന്നാണ് പറയുന്നത്. ഒന്നും കൂടി മതി. മതി. സാധാരണ നമുക്ക് പറയും ഈ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോഴേ കടലയായാലും അത് ഉടയില്ലല്ലോ, അപ്പോൾ ഒത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയാണ് ഇത് ഉടയ്ക്കണേ അല്ലേ? അത് ശരി. ഇത് ഇതിൻ്റെ പച്ചമണൊക്കെ പോയിട്ടാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എത്ര ഇടണം നോക്കിയേ. ഇതിടാ. അല്ല ഇത്തിരിയും കൂടി ഇട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ട്. അത് കൂടാതെ കുറച്ചും കൂടി ഇട്ടു. പിന്നെ മുളക് പൊടി. ഇത് ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. മതിയാവും അല്ലേ? മതിയാവും. നല്ല എരിവുള്ളായതുകൊണ്ട് ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത്രയ്ക്ക് ഉണ്ടല്ലോ ദിവസം. ഇനി മല്ലിപ്പൊടി ഇടണം. എത്ര ഇടണം? 1 2 ഒരു അര ഇട്ടു. എന്താ അത്? കുരുമുളക് പൊടിയല്ലേ? മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഓർമ്മിക്കണം. ഇതിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ട്, ഓർമ്മിക്കണം. ഇതിലല്ല ഇതിലാട്ടെ. ഇനി കുരുമുളക് പൊടി എത്ര ഇടണം? മതി മതി. മതി. നമ്മൾ ജീരകം പൊട്ടിച്ചില്ലല്ലോ. സാധാരണ നോർത്ത് ഇന്ത്യൻ എല്ലാ കറിയിലും ആദ്യം തന്നെ ജീരകം പൊട്ടിക്കില്ലേ? ഇതിലില്ല അല്ലേ? പൊട്ടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ജ്യോതി ചേച്ചിയുടെ വെർഷനാണ്. അല്ല, ഇങ്ങനെ ചോല ഉണ്ടാക്കാം. അതെ. എൻ്റെ ചോല എന്ന് പറഞ്ഞാൽ വെള്ളക്കടലേനെയാണോ ചോല എന്ന് പറയാ? വെള്ളക്കടല. കാബോലി ചന എന്നാ പറയുക. ഇതിനെ കാബോലി ചന എന്നാ പറയുക. ഈ പഞ്ചാബികളാണ് മെയിൻലി ഇത് കഴിക്കുക. മഹാരാഷ്ട്രൻസ് കഴിക്കും, പിന്നെ നമ്മളും കഴിക്കും. പച്ചമണം മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഇടുക കേട്ടോ. മണം വരുന്നുണ്ടോ? നല്ല പൊടികളൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ തക്കാളി 2 എണ്ണം അരിഞ്ഞത്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടാ. ഇപ്പോൾ ഈ വഴറ്റണയിലും ഉപ്പിട്ടിട്ടില്ല, ഇത് വേവിച്ചതിലും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിച്ചു. ജ്യോതി ചേച്ചിക്ക് ഒരു പേടി, വെന്തില്ലെങ്കിലോ ഒന്ന് പിടിച്ചിട്ട് ഇട്ടോളൂ. ഇതിന് വേണ്ട വേവൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കടല പരിപ്പ് പയർ ഐറ്റംസ് വേവിക്കുമ്പോൾ ഉപ്പിടാൻ എപ്പോഴും മറക്കും. ഞാൻ ഉപ്പിടാണ്ടാ വേവിക്കാറ്. ഇത് ഉപ്പ് മതിയാവില്ല, നോക്കിക്കോളൂ. ഉപ്പ് മതിയാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കുറഞ്ഞില്ല. സ്മാഷ് അതെടുക്കാം. ഉടയ്ക്കണം. ഈ തക്കാളി ഇങ്ങനെ കാണാൻ പാടില്ല. കുറച്ചൊന്ന് വാടി കഴിഞ്ഞാൽ അത് ഉടയ്ക്കണം. പാവ് ഭാജി സ്മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ച് ചട്ടണിയാക്കും. ഈ തക്കാളി ഒന്നും കാണാൻ കുറച്ചുകൂടി ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇതാവും.
ചിലർ ഈ കടല എടുത്തിട്ടില്ലേ വെന്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരയ്ക്കും ഇത്ര കടല എടുക്കും. ഞാൻ നോർമലി അത് ചെയ്യാറില്ല. അതിന് പകരം ഉരുളക്കിഴങ്ങ് മഹാരാഷ്ട്രൻസിന് ഉരുളക്കിഴങ്ങ് ഭ്രാന്തല്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ 3-4 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ചട്നിയൊക്കെ ഇങ്ങനെ അരയ്ക്കും, ഉടയ്ക്കും. അപ്പോൾ ആ കൊഴുപ്പ് കിട്ടും. കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് അവർ ഈ കടല അരച്ച് ചേർക്കണം. ഇത് സ്മാഷ് ചെയ്യേണ്ടി വരില്ല. അത് ഉപ്പിട്ടല്ലോ, ഉപ്പിട്ട കാരണം കൊണ്ട് വേഗം ഇതിന് ഉടയും. പിന്നെ നമ്മൾ തക്കാളി നന്നായിട്ട് ചെറുതായിട്ടല്ല അരിഞ്ഞേക്കണം. അതെ. പെരിഞ്ജീരകവും ഗരം മസാലയും ലാസ്റ്റിലിടും. പെരിഞ്ജീരകം ഒന്ന് പൊടിക്കണം അല്ലേ? പൊടിക്കണം. കുത്തണിയിൽ വെച്ച് പൊടിച്ചാൽ മതി. പിന്നെ ഇതും വേണം. ഇത് കസൂരി മേത്തി. ഇതായി ഇത്രക്കായാൽ മതി എന്നാണ് പറയണേ. ഇനി ഇതിടണം. ഈ കടല, ഈ വേവിച്ച് വെച്ച കടലയും പൊട്ടാറ്റയും കൂടിയിട്ട് ഈ വെള്ളടക്കം ഒഴിക്കാം അല്ലേ? ഇതും പിന്നെ നമ്മൾ ഇതിന് 2-3 പീസ് എടുത്ത് ഉടച്ച് വെച്ചിട്ടില്ലേ, അതും ചേർക്കാണ് കേട്ടോ. ഇത് വെള്ളം പോരാട്ടു. വെള്ളം ആ ജഗ്ഗിൽ വെള്ളം തരാം. ഇത്ര വെള്ളം പോരാ. അത് നല്ല ഈ മസാലയൊക്കെ ചേർന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കണം. എത്ര വെള്ളം വേണമെന്ന് പറയേ? മതി. സൗണ്ട് അടഞ്ഞാ? ഇല്ല, പോരാ. കുറച്ചും കൂടി ഒഴിക്കണേ. നമ്മൾ ബട്ടൂരയുടെ കൂടെ കഴിക്കുകയല്ലേ? മതി. തിളക്കട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കി. ഉപ്പ് വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. എനിക്ക് തൊട്ട് നോക്കിയിട്ട് മതി. പരിപാടി കഴിഞ്ഞാ? കഴിഞ്ഞു. ഇനി ഗരം മസാല മുകളിലിട് വേണ്ടു. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാനുള്ള സാധനമാണ്. മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. കസൂരി മേത്തി മാത്രം ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടുക. പിന്നെ പെരിഞ്ജീരകം, മല്ലിയിലൊക്കെ ഓഫ് ചെയ്യണേ. എൻ്റെ മുന്നേ പോരാ. മതിയോ? ഉണ്ട്, കുറച്ചുകൂടെ വേണ്ടി വരും. എരിവുണ്ട് കേട്ടാ. എരിവ് പാകത്തിന്. മുളക് പൊടി നോക്കിക്കോളൂ കേട്ടോ, നിങ്ങളുടെ മുളക് പൊടി. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പ് തിളക്കട്ടെ, എന്നിട്ട് ഉപ്പിടാം. നോക്കിയിട്ട് ഉപ്പിടാം. ആ കടലയിലേക്കൊക്കെ ഇപ്പൊ ചാറിൽ ഇത്തിരി ഉപ്പുണ്ട്. കടലയിലേക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് നോക്കിയിട്ടിടാം. ഇനി അടച്ചേക്കണം അല്ലേ? അപ്പൊ ഇതിനി പരിപാടി കഴിഞ്ഞു. ഇനി അതിന് നമുക്ക് ബട്ടൂരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? മതി. തിളച്ചു. നല്ല മണം വരുന്നുണ്ട്. ഇളക്കിടാം അല്ലേ? ഞാൻ ഉപ്പ് നോക്കട്ടെ ഏട്ടാ. നേരത്തെ ചാറിൽ ഉപ്പുണ്ടായിരുന്നു, ഇപ്പില്ല. കാരണം ഇപ്പം അത് തിളച്ചപ്പോൾ കടലയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും ഒക്കെ ഉപ്പ് പിടിച്ചല്ലോ. ഇതിനുടക്കിയോ ഈ കിടക്കണ ഉരുളക്കിഴങ്ങ്? വേണ്ട, ചിലരെടുത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഉടയ്ക്കണം തോന്നുന്നു വെച്ചാൽ ഒന്നൊരു സ്മാഷർ വെച്ച് മെല്ലെ റഫ്ലി ചെയ്യേണ്ടവർക്ക്. ഇത് ഇരുന്ന് കൊഴുക്കും. കുറച്ച് കഴിഞ്ഞു. ഇത് കുറച്ച് സമയമായി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആ മസാലകൾ ചേർക്കാറായി. ആ കടല ഒന്ന് പിടിച്ചിങ്ങനെ അമർത്തി നോക്കണം. ഓൾറെഡി വെന്തതാണ്. ഉപ്പ് പെർഫെക്റ്റ് ആണോ? പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, കസൂരി മേത്തി, 3 ഐറ്റംസ് ചേർക്കണം. മല്ലിയില, ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ ആദ്യം ഏതാടണ്ടേ? കസൂരി മേത്തി, പെരിഞ്ജീരകപ്പൊടി ഇടണം. പെരിഞ്ജീരകം ഇടരുത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെരിഞ്ജീരക പൊടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ചെടുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത്ര ഇങ്ങോട്ട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല. ഇതിലിട്ടിട്ടല്ലാക്കിയത് അമ്മീമ്മ കൊണ്ടുപോയിട്ട് പൊടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞേനെ. എത്ര ഇടണം? ഇത്രക്ക് ഇടുന്നുണ്ട്. ഇനി മതിയാ? ലേശം ഒരു സ്പൂണ് ഫുള്ള്. അപ്പോൾ ഒരു സ്പൂൺ നിറച്ചിടാം. പിന്നെ ഇടുന്നത് ഗരം മസാലപ്പൊടി. കുറച്ച് മതി. ഇത്ര മതിയാ? ഓൾറെഡി നമ്മൾ ആ ഖടാ മസാല ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിയില ഇത് മുഴുവടാ? മല്ലിയില നന്നായി ചേർക്കുമല്ലോ അല്ലേ? കുറേ ഇനിയും ചേർത്താൽ ഇനിയും കസൂരി മേത്തി ഇങ്ങനെ
മതി 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 മതി. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ ഹാൻഡ്സ് വയ്ക്കാനാണ് ഇങ്ങനെ ചീണ് കണ്ടിട്ടുള്ളത് ഞാൻ ആളുകൾ. ഇങ്ങനെ 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 ഇതിലേക്കാക്കിയിട്ട് ഇങ്ങനെ 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 ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇതൊന്ന് ഇളക്കിയിട്ട് ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി കറി വെക്കാൻ നോക്കാം അല്ലേ? അല്ല ഇതുണ്ടാക്കാം, കറി വെച്ചു. അധികം തിളപ്പിക്കേണ്ട, ഓഫ് ചെയ്യും. ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ചു. കടല ദൈവങ്ങളെ നന്നായിരിക്കണേ. ഇത് കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞു. ഇനി ബട്ടൂര്. അപ്പം നമ്മൾ ഇന്നലെ കുഴച്ച് വെച്ചിട്ടുള്ള സാധനം എടുത്തു. കയ്യിലിട്ടാക്കാൻ നല്ല ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഈ മേശയുടെ സ്റ്റീലിൻ്റെ ഇങ്ങനെയായിട്ട്. ഇതിൽ കുറച്ചും കൂടി മാവ് തേക്കണം തോന്നുന്നുണ്ടോ? ആണല്ലേ, വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ടോ? ഇത്തിരി കൂടി പൊടി ഇട്ടിട്ട്. ഇതല്ല മൈദ ഇവിടെ പോയി മൈദ ഇട്ടിട്ടാക്കണം അല്ലേ? മൈദ ഇട്ടിട്ട് കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് കുഴക്കുന്നുണ്ട് കേട്ടാ. ഇത് ഇരുന്നില്ലേ, നമ്മൾ ഇന്നലെ കുഴച്ച് വെച്ചതല്ലേ, അപ്പൊ സോഫ്റ്റ് ആവുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോ. അപ്പൊ ഒത്തിരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക, അല്ലെങ്കിൽ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കും. ചൂടായി നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവിക്കാനുള്ളത് എണ്ണ ഒഴിക്കണം. ഓയിൽ ഒഴിക്കയില്. കുഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ, അല്ല പരത്തുമ്പോഴേ ബുദ്ധിമുട്ടോ. എത്ര പോകുന്ന ബോളുകളാക്കണം? അത് വട്ടം വട്ടം അതിലേക്ക് കൊള്ളണ വട്ടം മതി അല്ലേ? കുഞ്ഞു ബോൾസ് മതി. അയ്യോ ഇത് കുറേ ഉണ്ടാവില്ല ഈശ്വര. ശരിക്കും ബട്ടൂര എന്ന് പറയുമ്പോൾ നല്ല വട്ടം ഉണ്ടാവും അല്ലേ? അത് അവര് ഹോട്ടലിലൊക്കെ കിട്ടണത് ആ ചീനച്ചട്ടിയില്ലേ, അതാണ് അടുപ്പത്ത് വെക്കുന്നത്. ഹോട്ടലിൽ പോലെ ചെയ്യണില്ല, അത്ര ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം വലിപ്പൊക്കെ. ഇതിൽ എണ്ണ ഒഴിക്കണം കേട്ടോ. അല്ല എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടണ്ടേ? ചൂടായി കഴിഞ്ഞാൽ അത് ചൂടാവാൻ ഒരുപാട് സമയം എടുക്കും. അത്യാവശ്യം എണ്ണ വേണ്ട. എന്താ അത് ശരി, പരത്താൻ ടൈം എടുക്കുന്ന പറയണേ. ഇത് പോരാട്ടോ മാവിൻ്റെ ഉരുള. ഇതെങ്ങനെ കനം കുറച്ചിട്ടാണ്? കനത്തിലാണ്? അല്ല, മീഡിയം മീഡിയം. വല്ലാണ്ട് തിക്കും ആവണ്ട, വല്ലാണ്ട് ആവണ്ട. വട്ടം കുറവാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോകുന്ന ബോൾസ് ആക്കിയത്. ആക്കാൻ പറ്റുമോ കൈ കൊണ്ട്? വെയിറ്റ് എടുക്കാത്ത എന്താ പറയുക, കയ്യിൽ നിന്ന് വീണോട് പൊട്ടും. അപ്പം ഇവിടെ വന്ന് ഇനി പൊട്ടിക്കണ്ട. അവിടെയോ ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഞാനോ? എനിക്ക് പൊട്ടിക്കലൊരു ഹോബിയാണ്. രാവിലെയും പൊട്ടിച്ചു. ഇന്ന് രാവിലെ ഒരെണ്ണം പൊട്ടിച്ചു. പാത്രം ചൂടായിട്ട് അതിൽ ഓയിൽ ഒഴിക്കാണ് കേട്ടോ, സൺഫ്ലവർ ഓയിൽ മതി. അപ്പം അതവിടെ ഇന്ന് ചൂടാവട്ടെ ഓയിൽ. നമുക്കപ്പോഴത്തേക്ക് ഇത് പരത്താം. പല ബോൾസും പല വലിപ്പമായിട്ടിരിക്കണം. ഇപ്പോൾ അതിലൊന്ന് ഞാൻ ഉണ്ടാക്കിയത് അത് ഇത്തിരി വലുതാണോ സംശയം. ഇല്ലില്ല. അപ്പോൾ നമ്മൾ പരത്താൻ പോവാണ്. അല്ല ജോ ചേച്ചി, പരത്തിയിട്ട് പിന്നെ മറ്റേ പിഞ്ഞാണം വെച്ച് വട്ടാക്കണ അതൊന്നും വേണ്ട അല്ലേ? അതങ്ങനെ ഇഷ്ടമുള്ളവരും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ബോള് വലുതാക്കേണ്ടി വരും. വലിയ മാവ് എടുത്തിട്ട് വലുതാക്കി പരത്തിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മളത് ചെയ്യണില്ല. നോർമലി ഒരു വട്ടം വട്ടമാവോ ഭൂപടാവോ എന്നൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലും ആവട്ടെ. ഞാനൊന്നും പറയണില്ല. ചേട്ടൊന്നും പറയണ്ട. അല്ലെ പൊടി കരിയൂല്ലേ? വെളിച്ചെണ്ണയിൽ ഫുൾ കറുകറുന്നനായി പോകും. മതി, ഇത്ര വട്ടം മതിയാ? വട്ടം അതല്ല, തിക്നെസ് അത് മതി. ഇത്ര കട്ടി, അത്യാവശ്യം കട്ടിയുണ്ട്. വടിമുറി പോലെ ഇരിക്കും. ഇത് എണ്ണയിൽ ഡീപ്പായിട്ടിടും. ചൂടായി ഞാൻ നോക്കും, അതിട്ട് നോക്കി. ഇതുപോലത്തെ പൊടിയൊക്കെ തട്ടി കളയണം, അല്ലെങ്കിൽ ആ പൊടി അതിൽ കിടന്ന് കരിയും. ഇടട്ടെ? ഇങ്ങനെ ഡീപ്പായിട്ട് ഇടണം അല്ലേ? കുളിക്കണം. ഇല്ല, ചൂടായിട്ടില്ലെന്ന് തോന്നുന്നു ഓയിൽ. ഇല്ല, ചൂടായിട്ട്. തിക്നെസ് ഒന്നും കൂടി കൂട്ടണം കേട്ടോ. പൊള്ളയ്ക്കാൻ ആമാന്തം കാണിക്കുന്നു ചങ്ങായി. ഇങ്ങനെ തിക്നെസ് ഒന്നും കൂടി കൂട്ടണം. മാവ് കൂട്ടണം. അല്ലെങ്കിൽ എന്തറിയോ, ഇങ്ങനെ കടക്കായി മാറും.
അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് കട്ടി കുറവാണെന്നാണ് ജോ ചേച്ചി പറയുന്നത്. അപ്പോൾ അടുത്ത തൊട്ട് ഇത്തിരി കൂടി കട്ടിയിലാണ്, തിക്നെസ് വേണമെന്ന്. തിന്നായ പിന്നെ എന്താ ഉണ്ടാവുക അറിയോ, ഇത് ആ പൂരി പോലെ. ഇതില് ശരിക്കും കുഴക്കണേല് വേറെ ഓരോന്നൊക്കെ ചേർക്കില്ലേ ബട്ടൂരി ഉണ്ടാക്കുമ്പോ? അവര് ചെയ്യണത് ഈസ്റ്റോ ഈ സോഡ അങ്ങനെ സോഡാപ്പൊടിയൊക്കെ ചേർക്കും. നമ്മളതൊന്നും ഇട്ടിട്ടില്ല. സോഡാപ്പൊടി കേട്ടോ ടപ്പൊന്ന് മോളിക്ക് വരും, പൊന്തും. ആ ഇത് കണക്ക് കൂട്ടണ്ട കേട്ടോ. ആ അതെ, പൂരിയുടെ പോലെ ഉണ്ടെന്ന് ജഗ്ഗു പറയുന്നത്. പൂരി അതെ, എല്ലാം വട്ടത്തിലുള്ളതൊക്കെ പൂരി. ഫസ്റ്റത്തെ പൂരി പോലെ. ഇത് ചൂടാറി കഴിഞ്ഞ ഇത് ഇങ്ങനെ തളർന്ന് കിടക്കണമെങ്കിൽ കട്ടി വേണം. ഇത് കുറച്ചുകൂടെ കട്ടിയിലാണ് ഞാൻ ആക്കിയേക്കണം കേട്ടോ. അത് എങ്ങനെയുണ്ടെന്ന് പറ, ആ കട്ടി മതിയോ എന്ന് പറ. ഭഗവാനേ ഭഗവാനേ ഭഗവാനേ. ഒരു കുഴപ്പമില്ല ആയില്ലെങ്കിലും. ഇത് കുറച്ച് സമയം അങ്ങനെ ഇരുന്നാൽ തളരും. നാണം കെടുത്തല്ലേ പൂരി. പൂരിയല്ലല്ലോ. അല്ല പൊട്ടൂര. എനിക്ക് ഈ കയ്യുണ്ടോ, കൈ വേന എടുക്കണ്ട. അല്ല വിറക്കിയ ആ പൊള്ളക്ക് ഞാൻ ചെയ്യാറുള്ളത് അത് കാരണം. പക്ഷെ നോക്കൂ, ഒരു തുള്ളി എണ്ണ ഇല്ല കണ്ട, ഫുൾ എണ്ണ പോകും. ഇടട്ടെ അടുത്തത്. ഒന്നിൽ കഴിച്ചാൽ 3 തട്ടിക്കൊടുക്കണം എന്നാ പറ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതി. ചൂട് എണ്ണയിൽ ചൂട് കുറഞ്ഞിട്ടാണോ? എനിക്ക് ചെറുതായ ചെറിയ അടുപ്പില നമ്മൾ സക്സസ്. ഓ എനിക്ക് സത്യം മൂഡ് ഓഫ് ആയി. അത് 2 ആയില്ലല്ലോ, അത് എണ്ണ ചൂടാവാഞ്ഞിട്ടാ. മറ്റേ അടുപ്പിലേക്ക് എടുത്ത് വെക്കാൻ വേണമെങ്കിൽ ഇത് കുഞ്ഞെടുപ്പാ, എന്നാ മാറ്റണോ? ആ മാറ്റാൻ വേണമെങ്കിൽ. എണ്ണ ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒളുകായിട്ട് വരുന്നുണ്ട് എണ്ണ. ഒരു ലെവലേശം എണ്ണ ഉണ്ടാവില്ല. മാറ്റി. അപ്പോൾ ഇത് സൂക്ഷിച്ചോളൂട്ടോ, നോട്ട് ദ പോയിന്റ്. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ വേണം ഈ സാധനം. അല്ലെങ്കിൽ പൊള്ളക്കില്ല. ഇത് കുഞ്ഞെടുപ്പാ കണ്ട, അതിൽ തീ കുറവാണേ, അതാ. പിന്നെ ഇടാൻ സരിതയ്ക്ക് ബുദ്ധിമുട്ടാവോ? ഏയ് ഇല്ലല്ലോ. കണ്ടോ സക്സസ്. പൂരിക്കാരൻ പോയില്ല, ഇത് കണ്ടില്ല അവൻ ജഗ്ഗു. അവൻ പല്ല് തേക്കാൻ പോയി. ആയിക്കോട്ടെ. അവൻ എണീറ്റിട്ട് അല്ല ഞങ്ങളുടെ അവിടെ ജ്യൂസ് അല്ല മറ്റേ പേപ്പർ എടുക്കാൻ പോയി കയറുന്നു. നീ ഇടാ അല്ലേ? ആവി വരുന്നുണ്ട്. ജസ്റ്റ് പേരിനൊന്ന് തട്ടിക്കൊടുക്കുക. എന്താ അത് പൊളച്ചില്ലേ? പൊള്ളക്കണു. ഫുള്ളാവും അവര് ചെയ്യണ പോലെ. നമ്മളിതിൽ സോഡാക്കാരോ ഒന്നും ഇട്ടിട്ടില്ല, സിംപിളി. ഇതാ ഫുള്ള് പൊളച്ചു, ഫുള്ളായി. ഇതാകണ്ട. ഇതിങ്ങനെ കുറച്ച് ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ അതെ, മൈദയൊക്കെ അല്ലേ ഇനി നമ്മൾ ആദ്യത്തെ 2 തെറ്റി നമ്മുടെ എണ്ണ ചൂട്. ഇതങ്ങടെ ഇടട്ടെ, എന്നിട്ട് അല്ലെങ്കിൽ കയ്യിലെണ്ണ. കൈ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നില്ല? ഇല്ല കേട്ടോ. ഫുൾ പൊള്ളച്ചു. ആദ്യത്തെ 2 കൊണ്ട് ഞാനാകെ പേടിച്ചു. ഈശ്വര, വലിയ വാചകടിയും ചെയ്തു, ആയതും ഇല്ല കണ്ടോ. എണ്ണയുടെ ഒരു അംശം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണേൽ എണ്ണ ഇങ്ങനെ കുതിർന്ന പോലെ ഇരിക്കുക ഉണ്ടാവില്ല. അതന്നെയാണ് ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ടേ റവ ഇടുന്നത്. കുറച്ചൊരു സ്പൂണ് റവ കൂടരുത്. ജ്യോതി ചേച്ചി ഇത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇപ്പോഴത്തെ. അത് കഴിഞ്ഞാൽ ആള് പോവായി. പിന്നെ വരുമില്ലേ? ഇനിയും വരില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്വീകരിച്ചാൽ ഞാൻ വരും.
എനിക്കിങ്ങനെ തോന്നണേ ഇല്ല ഞാൻ വേറെ ആരുടെയോ വീട്ടിൽ പോയി അങ്ങനെ ഫീലിങ്ങേ ഇല്ല. അന്നൊരു ഓട്ടപ്രദക്ഷിണ ചെയ്തല്ലേ? മുന്നൊരു ദിവസം വന്നിട്ടുണ്ട് ആള്, വന്നു അപ്പൊ തന്നെ പോയി. എന്നിട്ട് ഒരു കൊട്ടു ചീരിയും ഒരു കുറേ കോഴിമുട്ടിയും ഒക്കെ തന്നു. അത് 2 കൊല്ലൊക്കെ ഇല്ലേ വന്നിട്ട്? ഇളക്കി. അപ്പൊ ഈ കറി ബട്ടൂരയ്ക്ക് മാത്രല്ല, ചപ്പാത്തി, അങ്ങനെ ഗോതമ്പിന്റെ പൂരി ഉണ്ടാക്കില്ലേ, പൊറോട്ട, അങ്ങനെയുള്ള എന്തിൻ്റെയും കൂടെ പോവും. ഐശ്വര്യമായിട്ട് ജഗ്ഗു തുടങ്ങുകയാണ്. ഞാൻ ചേച്ചിക്ക് ഇരിക്കാൻ കസാര ഇവിടെ ഉണ്ട്. വേണ്ട വേണ്ട കുഴപ്പമില്ല, ഇരിക്കൊന്നും വേണ്ട, ഇരുന്ന് കഴിച്ചാൽ മതി. പതുക്കെ എടുക്ക് ജഗ്ഗു. എല്ലാവർക്കും ഓരോന്നിച്ചിട്ടാണ്. എല്ലാം സോഫ്റ്റ് ഉണ്ട്, എല്ലാതും സോഫ്റ്റ് ആണ്. പിന്നെ എന്തിനാ നമ്മൾ കഴിക്കാണ്ടിരിക്കുന്നത്? ഗ്രേവിയോട് കൂടി എടുക്കുക കണ്ണ. അങ്ങനെ അങ്ങനെ ഗുഡ് ബോയ്. ഗ്രേവി അല്ലേ കഴിക്കേണ്ടത്. ടേസ്റ്റ് പറയൂ. ഇരിക്കൂട്ടാ. അയ്യോ എനിക്ക് ഇരുന്നിട്ട് കഴിക്കും. ഞാൻ എടുക്കട്ടെ? ഞാൻ വെള്ളം മതി തരാം. ശരി, മതി കേട്ടോ ഭക്ഷണം. മതി മതി മതി. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ. എൻ്റെ മാത്രം 2 ഉണ്ടല്ലോ, അതെങ്ങനെ വന്നു? അത് ഞാൻ സോഫ്റ്റ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ചേട്ടനോരോടി വെക്കട്ടെ. സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. സോഫ്റ്റ് ആണ് നല്ല. എങ്ങനെയുണ്ട് ജഗ്ഗു? നന്നാ. ഓക്കെ. നമുക്കിപ്പോൾ നമ്മൾ 4 പേർക്ക് കൂടി 10 എണ്ണം മതിയാവും. അപ്പോൾ 10 എണ്ണത്തിനുള്ളത് മാത്രം ബോളാക്കിയിട്ട് അത് മാത്രം പരത്തി. പിന്നെ എനിക്ക് തോന്നി ഇത് 10 എണ്ണത്തിൽ നിൽക്കില്ല, ഇത് മുഴുവൻ ചിലവാകും. അപ്പോൾ വേഗം ബാക്കിയുള്ളതും കൂടി എല്ലാം പരത്തി കേട്ടാ. ഞാൻ കഴിച്ചോക്കട്ടെ. ടേസ്റ്റ് പറയൂ. എന്താ എന്ത് ടേസ്റ്റാ? ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണ ബട്ടൂരയുടെ ടേസ്റ്റ് ഒന്നും. കറിയോ? കറി പിന്നെ പറയണ്ട. ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്കിയേ. ചേട്ടൻ്റെ ബനിയനൊക്കെ നനഞ്ഞു തുടങ്ങി, വായെന്ന് വെള്ളം ഒലിച്ചിട്ട്. വാ. കറി കുഴപ്പമില്ല. ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പറയണം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ശരിയല്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടാ. പൂരി പോലെ തോന്നിക്കൂട്ടാ കാണുമ്പോൾ, പക്ഷെ കഴിക്കുമ്പോൾ ബട്ടൂരയുടെ ടേസ്റ്റ് തന്നെ. അതെന്താ അറിയോ, ഹോട്ടലിൽ അവർ വലിയ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്യും. അപ്പൊ അവര് വലുത് ഉണ്ടാക്കും. നമ്മളിത് വീട്ടിലല്ല, വലുത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമുക്ക് ഓയിൽ പിന്നെ ബാക്കിയുള്ള വേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ചേച്ചി പറഞ്ഞു കുഴിഞ്ഞ ചീഞ്ചട്ടിയിൽ നമുക്ക് ചെറിയ വട്ടത്തിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. സാധനം ടേസ്റ്റ് എങ്ങനെയായാലും എത്ര വലുതായാലും നമ്മൾ പൊട്ടിച്ചിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇതൊന്നും എടുത്തിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത്. എത്രാമത്തെ ജഗ്ഗു? 2ാമത്തെ. ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നെ ഒട്ടും എണ്ണയും കുടിച്ചിട്ടില്ല. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല എണ്ണ ഉണ്ടാവും, ഓയിൽ ഒലിക്കും അതിൽ നിന്ന്. അത് തന്നെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കാട്ടി കൊടുത്തോളൂ. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും. ചേട്ടൻ കഴിക്കി കണ്ടോ? സോഫ്റ്റാണ്. എണ്ണയും അധികമില്ല. ഇതാ എണ്ണയില്ല, എണ്ണയില്ല. അതുണ്ടോ? നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് ഇങ്ങനെ കോരല്ലേ. തീ കുറവിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം എണ്ണ കുടിക്കുന്നത്. എനിക്ക് മതി കേട്ടോ. മതി, ഒരെണ്ണം മതിയാ? 2 എണ്ണം. രണ്ടാമത്തെ എടുത്തത് അത് കാണിക്കാൻ വേണ്ടിട്ടേ. ഞാനെന്ത് പറഞ്ഞ ഒറ്റ പിടിക്കുള്ളോ. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ. എനിക്ക് പിന്നെ ഒന്നാമത്തെ ഇത് നല്ല ഇഷ്ടമാണ് ഈ സാധനം. ഇത് ഉണ്ടാക്കൽ ഇത്ര സിമ്പിളായിരുന്നു. ഞാൻ ഇത് മറ്റേ സോഡാപ്പൊടി അതൊക്കെ ചേർക്കും ചെയ്തു. നമ്മളൊന്നും ഇട്ടിട്ടില്ല. അങ്ങോട്ട് വാ, അമ്മ വായിൽ വെച്ചരാം. അപ്പം ഞങ്ങളിനി ചേച്ചിനെ കൊണ്ടുവന്നാക്കാൻ പോവാ കേട്ടാ. നമുക്ക് നിർത്താമല്ലോ വീഡിയോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
നെക്സ്റ്റ് ടൈം കാണാം കേട്ടോ വീഡിയോയില്. ഞാൻ അടുത്ത് തന്നെ വരും തോന്നുന്നു ഇവരുടെ ഈ സ്വീകരണം കണ്ടിട്ട്. ജോജി ചേച്ചിയുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ആ സംസാരം കേൾക്കാണില്ലേ നിങ്ങൾ ജോജി ചേച്ചിനെ കട്ട് കൊണ്ടുപോകും. പിന്നെ മടിയിലൊക്കെ ഇരുത്തി കൊഞ്ചിക്കാനൊക്കെ തോന്നും. അത്ര ക്യൂട്ടാണ് ആള്. പക്ഷെ ആള് സംസാരിക്കണില്ല അധികം. ക്യാമറ ഓൺ ആക്കുമ്പോൾ ആൾക്ക് ഒരു പിടുത്തുണ്ട്. ഇപ്പൊ ഇന്നത്തേക്ക് ശരിയായിട്ടാ, 2 ദിവസമായില്ലോ. അപ്പൊ ശരിയായി വന്നു. പക്ഷെ ആള് പോവാണ്. ആൾക്ക് പോകേണ്ട ആവശ്യമുണ്ടേ, പോവാണ്. അപ്പൊ ഇനി ആള് വരും, ഇനിയും വരും. നിർത്താം. സൂപ്പർ സാധനം, അടിപൊളി സാധനം.